വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അടുത്തൊരു ട്യൂട്ടോറിയലാണെന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നിർത്തിയ ട്യൂട്ടോറിയൽ എന്താണ് CMS കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ് അതിനെക്കുറിച്ചാണ് ഇന്ന് കൂടുതൽ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൻ്റെ മുന്നോടിയാണ്, കാരണം ഇതൊരു ബേസിക്സ് ആണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ വരും ഇനി അടുത്ത ക്ലാസ് തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ ഇനി സ്ക്രീനിലേക്ക് പോവുക. ചൂസിങ് ദ റൈറ്റ് വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് SEO. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് മെയിനായിട്ടുള്ള സംഭവമാണ് CMSനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോൾ ഒരു വീട് ബിൽഡ് ചെയ്യണം. ഉദാഹരണത്തിനാണെങ്കിൽ വീട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഞ്ചിനീയറിനെയും അവരെല്ലാവരെയും വെച്ചിട്ടാണ് വീട് ബിൽഡ് ചെയ്യുക. ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് വീട് ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ എല്ലാം സൂപ്പർവൈസ് ചെയ്യും. അത് ഇവിടെ സ്പേസ്, ഇവിടെ ഷെൽഫാണ്, അവിടെ സ്പേസ് വേണം, ഇവിടെ ഹാളാണ്, ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഇവിടെയൊക്കെ നമ്മൾ പില്ലർ അതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക വീടൊക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്ത് അറിഞ്ഞിട്ടാണോ? അല്ല, നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഇതങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നിട്ട് സൂപ്പർവൈസ് ചെയ്തിട്ട് ചെയ്യും. കോൺക്രീറ്റും സിമെൻറ്റും കുഴച്ച് നിങ്ങൾക്ക് സ്വയമായിട്ട് വീട് വയ്ക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ വേണം, അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകും. കാരണം അവരുടെ ഒരു ഡ്രീം ഹോം എങ്ങനെ വേണമെന്ന് അവർക്ക് അറിയാം, അല്ലേ? അതുതന്നെയാണ് ഇവിടെയും പറയണത്. ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് ഒരിക്കലും വേറെ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. ഒരു വീട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഷെൽഫ് എന്ന് പറയുന്ന പോലെ വെബ്സൈറ്റിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫയൽ വെച്ച് ഒരു വെബ്സൈറ്റിൽ ഫയലാണെങ്കിൽ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത്, വെബ്സൈറ്റ് ആണെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടണം. അത് ഗൂഗിളിൽ ഈസി ആയിട്ട് കിട്ടാൻ പറ്റണം. അതേപോലെ തന്നെ ആ പ്ലാറ്റ്ഫോം ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. എല്ലാ ഫയൽസും അതെല്ലാം നമ്മൾ ബാക്ക് എൻഡിലാണെങ്കിലും അതെല്ലാം ഡിസൈൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് പോയിട്ട് വിസിറ്റേഴ്സിന് ഓപ്പൺ ചെയ്യാൻ പറ്റണം. അത്രയും ഫ്രണ്ട്ലി ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്കത് മാനേജ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഈസി ആയിട്ടുള്ള ഒരു വലിയൊരു വെബ്സൈറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ CMS എന്ന് പറയുക അതിനെ. അപ്പോൾ അതിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനത്തെ എന്ന് വെച്ചാൽ പ്രോഗ്രാം പോലും അറിയാത്ത ആൾക്കാർക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് CMS അഥവാ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക ഏതൊരാൾക്കും എനിക്കിപ്പോൾ പ്രോഗ്രാമൊന്നും അറിയില്ല, അപ്പോൾ ഞാനെങ്ങനെ അത് ചെയ്യുക? CMSൽ എടുക്കും. അങ്ങനത്തെ ഒരുപാട് CMS സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് നമുക്ക് PHP പോലത്തെയോ HTTP അങ്ങനത്തെ പ്രോഗ്രാം ഒന്നും ചെയ്യാതെ ബിൽഡ് ചെയ്യാം. അത് വളരെ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സോഫ്റ്റ്വെയർസ്. അത് ഏറ്റവും ബെസ്റ്റ് ഏതൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് ഇതിലുള്ള ടോപ്പിക്ക്. അതിൽ എക്സാമ്പിളായിട്ട് അങ്ങനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് വെബ്സൈറ്റ്സ് ജൂംല, വേർഡ്പ്രസ്, മജൻറ്റോ, വിക്സ്, ദ്രപാൽ. അപ്പോൾ ഇതൊക്കെയാണ് 4 ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വേർഡ്പ്രസ് ആണ്. 30% പേരാണ് വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എല്ലാവരും വേർഡ്പ്രസ് യൂസ് ചെയ്യാൻ? അതെന്താണ് ഇത്ര ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് മറ്റേതിനെക്കാട്ടിലും? അതാണ് അടുത്ത സംഭവം. വൈ വേർഡ്പ്രസ് ഈസ് ദ ബെസ്റ്റ് CMS. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. മോസ്റ്റ് പോപ്പുലർ CMS ആണ്, ഏറ്റവും ഫേമസ് ആണ്, അതെല്ലാവരും ഉപയോഗിക്കുന്നത്, പോപ്പുലറാണ്. അത് SEO ഫ്രണ്ട്ലി ആണ്. ഈസി വിത്ത് പ്ലഗിൻസ്. അത് നമ്മൾ സോഫ്റ്റ്വെയർസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണോ അത് പ്ലഗിൻസ്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ആ സോഫ്റ്റ്വെയർ നമുക്ക് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലഗിൻ എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്, സെറ്റ് ഓഫ് കമാൻഡ്സ് ആണ്. അത് ഒരു ആപ്ലിക്കേഷൻ പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ആപ്പ് സ്റ്റോർ പോലത്തെ പരിപാടി ഉണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമാത്രമല്ല വേറെ SEO ഫ്രണ്ട്ലി തീംസ് കിട്ടും. നല്ല തീംസ് നമ്മൾ 0 തൊട്ട് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തീംസ് നമുക്ക് SEO ഫ്രണ്ട്ലി തീംസ് കിട്ടുന്നതാണ്. നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെ പിന്നെ മൊബൈൽ ഫ്രണ്ട്ലിയാണ്. നമ്മളൊരു എന്താ പറയുക CMS എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് മാത്രമല്ല എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ മാത്രമല്ല ആൾക്കാർ നോക്കുക. 30% കമ്പ്യൂട്ടർ നോക്കിയുള്ളത്, ബാക്കിയുള്ളവർ കുറേ പേര് മൊബൈൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ 60% 70% മൊബൈൽ തന്നെയാണ് ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അത് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം.
പിന്നെ ഇത് സെക്യൂർ ആയിരിക്കണം. മെയിനായിട്ടുള്ള കാര്യം സെക്യൂരിറ്റിയാണ്. നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് നമ്മുടെ വീടൊക്കെ എല്ലാം ബിൽഡ് ചെയ്തു, അതിനൊരു സെക്യൂരിറ്റി ഇല്ല. എപ്പോഴാണെങ്കിൽ കള്ളന്മാർ കയറി വന്ന് എടുത്തിട്ട് പോകുന്ന പരിപാടിയാണെങ്കിൽ നമ്മൾ ചെയ്ത് വയ്ക്കുന്ന വല്ല അർത്ഥമുണ്ടോ? അതേപോലെ തന്നെ വെബ്സൈറ്റിലും അത്രയും ഹൈ സെക്യൂരിറ്റി ആയിരിക്കണം അത്. പിന്നെ ഇത് ഓപ്പൺ സോഴ്സ് ആയിരിക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്യണമെന്ന സാധനം അത് ഓപ്പൺ സോഴ്സ് ആയിരിക്കും വേണം. ഓപ്പൺ സോഴ്സ് ആയിരിക്കണം എന്നല്ല, അത് ഓപ്പൺ സോഴ്സ് ആണ്. അതാണ് അതിലൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഇതൊക്കെയാണ് CMSലെ മെയിനായിട്ടുള്ള പോയിന്റുകൾ. അപ്പോൾ അതുമാത്രമല്ല, ഇനി വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ എങ്ങനെയാണ് കാലങ്ങളിൽ പഠിച്ചു, ഇനിയിപ്പോൾ നമ്മൾ CMS എന്താണെന്ന് പഠിച്ചു, ചൂസ് ചെയ്തു. ഇനി നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് പറയുക ക്രിയേറ്റ് എ കമ്മിങ് സൂൺ പേജ് ആൻഡ് ഒപ്റ്റിമൈസ് ദ ബേസിക്സ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ വന്നിട്ട് ചെക്ക് ചെയ്യും, സ്ക്രോളേഴ്സ് എന്ന് പറയും. ആ സ്ക്രോളേഴ്സ് വന്നിട്ട് വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് പോകും. ആ സമയത്ത് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊന്നുമില്ല പറഞ്ഞാൽ അത് ഗൂഗിളിന് ഇഷ്ടാവില്ല, ആ സ്പൈഡേഴ്സിനും അതിനൊന്നും ഇഷ്ടാവില്ല. അങ്ങനെ ഇഷ്ടാവാത്ത സമയത്താകുമ്പോൾ എന്ത് ചെയ്യും, അതിന് പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെയാവും. പക്ഷേ അങ്ങനെയുള്ള സമയത്താണ് നമ്മളൊരു ജസ്റ്റ് ഒരു പേജ് ഓപ്പൺ ചെയ്തിടുക, കമ്മിങ് സൂൺ എന്നുള്ള പേജ്. എന്തെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് പേജ് ഡിസൈൻ ഒന്ന് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ജസ്റ്റ് കമ്മിങ് സൂൺ പേജ് അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്ക് എൻഡിൽ പരിപാടി തുടങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ സാധനം. ഓക്കെ, അതാണ് ഇതിൻ്റെ അടുത്തത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിലും അത് സൈറ്റ് മാപ്പ് ചെയ്യണമെന്ന് പറയും. സൈറ്റ് മാപ്പ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം എന്തൊക്കെയാണ് കമ്മിങ് സൂണിൻ്റെ പേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കമ്മിങ് സൂൺ പേജ് കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിസ് പേജ് ക്യാൻ ഹെൽപ്പ് ബിൽഡ് യുവർ ബ്രാൻഡ്. അപ്പോൾ ഇനി നമ്മൾ കമ്മിങ് സൂൺ പേജ് തന്നെ ഹോം പേജൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അതിലെല്ലാം നമ്മളൊരു ബ്രാൻഡ് ലോഗോ ചൂസ് ചെയ്യണം. ആ ലോഗോയിലുള്ള കളർ വേരിയൻ്റ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ വെബ്സൈറ്റിലും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക, ഒരു ബ്രാൻഡ് വിസിബിലിറ്റി കൂടുതലായിട്ട് ചെയ്യുന്നതാണ്. യു ക്യാൻ ബീങ് ടു കണക്ട് വിത്ത് യൂസേഴ്സ് ഈവൻ വിത്തൗട്ട് എ ഫുൾ സൈറ്റ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ഫുള്ള് സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ സമയമെടുക്കും. ആ സമയത്ത് ഫുൾ സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ ക്ലയൻസ് വന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ കമ്മിങ് സൂണിലും അങ്ങനത്തെ ഒരു പേജൊക്കെ ഉണ്ടെങ്കിൽ, കമ്മിങ് സൂണിലൊക്കെ നമ്മുടെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ 1 വീക്ക് ടൈം ആണെങ്കിൽ ആ ടൈമിൽ വരുന്ന ആൾക്കാരിലൂടെയും നമുക്ക് എന്താ പറയുക, നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളതാണ് അതിൽ പറയുന്നത്. You can show press mention and make it easier for press to contact you. ഇപ്പോൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് അതിൽ നമുക്കൊരു ക്ലയൻറ്റിനായിരിക്കും നമ്മൾ വിളിക്കണം. നമ്മുടെ വെബ്സൈറ്റ് കൊണ്ട് ഇഷ്ടപ്പെട്ടു, അവർക്ക് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോൺടാക്റ്റസ് പേജ് വരണം. കോൺടാക്റ്റസ് പേജോ അല്ലെങ്കിൽ ഒരു ഇത് പറയണം, കോൺടാക്റ്റ് പേജോ അല്ലെങ്കിൽ നമ്പർ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഒരു കണ്ട ഉടനെ അത് വിളിച്ച് നമ്മുടെ അടുത്ത് അവരുടെ റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ എൻക്വയറി ആണെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻബൗണ്ട് സെയിൽസ്. നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ അടുത്തേക്ക് തേടി വരുന്ന സെയിൽസാണത്. അപ്പോൾ അല്ലെങ്കിൽ എൻക്വയറിയാണ്. ഓക്കെ, അപ്പോൾ അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ പോയിന്റ്, ബിൽഡിങ് ഔട്ട് ഓൾ യുവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതിലൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ ലിങ്ക് ചെയ്യും. ഗെറ്റ് അറ്റ്ലീസ്റ്റ് 10 ബ്ലോഗ് പോസ്റ്റ് റെഡി. ഇതൊരു മെയിൻ സാധനമാണ്. നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരാഴ്ച ടൈമാണെങ്കിൽ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു 10 ബ്ലോഗ് പോസ്റ്റ് എങ്കിലും അപ്ലോഡ് ചെയ്യണം. മിനിമം 10. ഒരു മാസം ഒരു 30 ഡെയിലി ഒരു ബ്ലോഗ് പോസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അതിന് മുമ്പേ വെബ്സൈറ്റ് അപ്പ് ആൻഡ് റൺ ആവുന്ന സമയത്ത് തന്നെ 10 ബ്ലോഗ് പോസ്റ്റ് അതിൽ വേണം. അത് നിർബന്ധമാണ്. ഓക്കെ, അത് വേണം. ക്രിയേറ്റ് ഒപ്റ്റിമൈസ്ഡ് കണ്ടന്റ് ഫോർ എവറി പേജ്. എല്ലാ പേജിനും SEO ഫ്രണ്ട്ലി എല്ലാ കണ്ടൻറ്റാണ്. SEO ഫ്രണ്ട്ലി കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കീവേഡ് റിസർച്ച് ഉണ്ട്, ഇമേജ് ഉണ്ട്, അങ്ങനെ എത്ര വേർഡ് വേണം, അങ്ങനെ ഒരുപാടുണ്ട്. അതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. അതിനൊക്കെ ഒരു പ്ലഗിൻ ഉണ്ട്. അതെല്ലാം ക്ലാസ്സിൽ ട്യൂട്ടോറിയലായിട്ട് വരുമ്പോൾ ചെയ്യാം. ടോട്ടലായിട്ടുള്ള എങ്ങനെയാണ് വേർഡ്പ്രസ് ഉപയോഗിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, അതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഗസ് ബ്ലോഗ് ടു ബിൽഡ് ലിങ്ക് ടു യുവർ ഡൊമൈൻസ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ബ്ലോഗിൽ നമ്മുടെ ഓരോരോ പേജായിട്ട് ലിങ്ക് ചെയ്യുക. അങ്ങനെ ഓരോരോ ഇൻറ്റേർണൽ ലിങ്കിങ്സ് പറയാം. അപ്പോൾ ഓരോരോ പേജായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് അതിലൂടെ അത് സെർച്ച് എഞ്ചിൻ നോക്കുമ്പോൾ അതും വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് നമുക്ക് അതിന് കിട്ടും.
അപ്പോൾ ഇതൊക്കെയാണ് CMS എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് സെർച്ച് എഞ്ചിൻ, ഇതിൽ ഏത് CMS ആണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്തത് വേർഡ്പ്രസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എന്താണ് എങ്ങനെയാണ് നല്ലൊരു ഡൊമൈൻ എടുക്കുക, അതേപോലെ തന്നെ ഏതാണ് നല്ലൊരു ഹോസ്റ്റിംഗ് എടുക്കുക, എന്താണ് SEO, പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യണം. ഇനി ഈ സംഭവങ്ങളെല്ലാം നമ്മൾ പഠിച്ചപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയതെല്ലാം നമ്മളിനി പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് വേർഡ്പ്രസ് എങ്ങനെ നമ്മളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യും, എന്നിട്ട് ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്ത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് അടുത്തത്. എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ അത് കൂടുതൽ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇതിൽ പോയ ഈ വെബ്സൈറ്റിലേക്ക് എത്താം. അത് അത്രയും നല്ലൊരു പരിപാടിയാണ്. അത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് SEOയുടെ പേരിൽ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ എത്രത്തോളം പഴയ എന്താ പറയുക ഡൊമൈനാണോ അത്രത്തോളം നല്ല അതോറിറ്റി ഉണ്ടാവും അതിന്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, എക്സാമ്പിൾ വെച്ച്. അപ്പോൾ ഒരു സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ഞാനതിൽ ഉറപ്പായിട്ടും അതിന് മറുപടി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ഹോസ്റ്റിംഗ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്ക്രീനിൽ തന്നെയായിരിക്കും. ഒരുപാട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും. നമ്മളിതെല്ലാം റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറയുക, സൂപ്പറായിട്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.